ലൂക്കോസ് സുവിശേഷം 24 അധ്യായം വേർഡ് 45. ലൂക്കോസ് 24:45 വാക്യം. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. യേശു കർത്താവ് വചനം അവർ ഗ്രഹിക്കേണ്ടതിന്, വചനം അവർ മനസ്സിലാക്കേണ്ടതിന്, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് യേശു അവരുടെ ബുദ്ധിയെ തുറന്നു. ഈ ദൈവത്തിൻ്റെ വചനം എഴുതിയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ഈ ദൈവവചനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ അതേ പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. എല്ലാവർക്കും ബൈബിൾ മനസ്സിലാക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ, ഗ്രഹിക്കാൻ കഴിയത്തില്ല. എല്ലാവർക്കും തിരുവെഴുത്തുകളെ ഗ്രഹിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, എല്ലാവർക്കും വചനം മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഞാൻ ചിന്തിക്കുന്നു ഈ ലോകം അതിൻ്റെ 90% എന്നേ യേശുവിലായി തീർന്നേനെ. നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ബൈബിൾ മനസ്സിലാക്കാൻ പറ്റിയായിരുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ എല്ലാവരും ഇന്നിവിടെ കണ്ടേനെ. നിങ്ങളുടെ അയൽപക്കത്തുള്ളവർക്ക് ഈ തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞായിരുന്നെങ്കിൽ അവരും ഈ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വന്നേനെ. എല്ലാവർക്കും തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല, ഗ്രഹിക്കാൻ കഴിയുന്നില്ല. എന്നാൽ തിരുവെഴുത്തുകളെ ഗ്രഹിക്കുവാൻ, വചനത്തെ മനസ്സിലാക്കി തരുവാൻ പരിശുദ്ധാത്മാവ്, ബൈബിളിൻ്റെ ഓഥർ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗിതനായി പരിശുദ്ധാത്മാവിനാൽ എഴുതിയതാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുകയുള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഈ തിരുവെഴുത്തുകളെ എഴുതുവാൻ സഹായിച്ചതെങ്കിൽ, ഈ വചനത്തിൻ്റെ പിന്നിൽ പരിശുദ്ധാത്മാവാണെങ്കിൽ, അതേ പരിശുദ്ധാത്മാവിന് മാത്രമേ ഈ വചനത്തെ നിങ്ങൾക്ക് ഗ്രഹിപ്പിച്ചു തരുവാൻ കഴിയുകയുള്ളൂ. anointing, അഭിഷേകം. The anointing is very precious. അഭിഷേകം വളരെ വിലപ്പെട്ട ഒന്നാണ്. ദൈവം പകരുന്ന അഭിഷേകം ശക്തമാണ്. ഇന്ന് നാം ഇവിടെ കാണുന്ന ഈ ഉണർവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ വെളിപ്പെട്ടതാണ്. ഞാൻ മിടുക്കനായതുകൊണ്ടോ ഖേമനായതുകൊണ്ടോ കഴിവുള്ളവനായതുകൊണ്ടോ അല്ല ഒന്നും സാധ്യമാകുന്നത്. താങ്കളുടെ ശുശ്രൂഷയുടെ ബ്ലെസ്സിങ്, അനുഗ്രഹം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഞാൻ മറുപടി പറയും: ദൈവം തന്ന അഭിഷേകം, ദൈവം പകർന്ന അഭിഷേകം. അഭിഷേകത്തിൻ്റെ വാല്യൂ ദൈവസഭ തിരിച്ചറിയണം. 1999 യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. 2000 വിശ്വാസ സ്നാനം സ്വീകരിക്കുവാൻ, ആ വിശ്വാസ സ്നാനം സ്വീകരിച്ച് കർത്താവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുവാൻ ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചു. ശരിക്കും ഇങ്ങനെ ഒരു ആത്മീയ ശുശ്രൂഷ ഞാൻ ചെയ്യുമെന്നോ, ഇത്രയും അധികം രാജ്യങ്ങളിൽ യേശുവിൻ്റെ സാക്ഷിയാകുവാൻ എനിക്ക് കഴിയുമെന്നോ ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ച ആളല്ല. ഇത്രയും അധികം ജനങ്ങൾ കൂടുന്ന ഒരു സഭയുണ്ടാകുമെന്നോ, നിങ്ങളെപ്പോലുള്ള ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ സന്താനങ്ങൾ, ദൈവമക്കൾ ഈ ശുശ്രൂഷയിൽ എന്നോടൊപ്പം ചേർന്ന് വരുമെന്നോ ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടിരുന്നില്ല.
എന്നാൽ ഇതെല്ലാം സാധ്യമായത് ദൈവം പകർന്ന ഒരു അഭിഷേകമാണ്. എൻ്റെ മേളിൽ ദൈവം തൻ്റെ അഭിഷേകത്തെ പകർന്നില്ലായിരുന്നെങ്കിൽ ഞാനും ഒരു സാധാരണ ചെറുപ്പക്കാരനായിരുന്നേനെ. നിങ്ങൾക്കും ആൺമക്കളുണ്ട്, നിങ്ങൾക്കും ആങ്ങളമാരുണ്ട്, നിങ്ങൾക്ക് സഹോദരന്മാരുണ്ട്. എൻ്റെ സമപ്രായത്തിലുള്ള പല ചെറുപ്പക്കാരെയും നിങ്ങൾ കാണുന്നവരാണ്. അവരിൽ ഒരുവനായി മാത്രം നിൽക്കേണ്ട ഞാൻ അവരിൽ നിന്നും വ്യത്യസ്തനായി നിൽക്കുന്നതിൻ്റെ റീസൺ അനോയിന്റിങ്. അനോയിന്റിങ്, അഭിഷേകം. Come on, say anointing. അഭിഷേകം, ദൈവം പകർന്ന അഭിഷേകം. 17-ാമത്തെ വയസ്സിൽ യേശുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ചപ്പോൾ, വിശ്വാസ സ്നാനം സ്വീകരിച്ചപ്പോൾ, കർത്താവിൻ്റെ വേല ചെയ്യുവാൻ എന്നെ സമർപ്പിച്ചപ്പോൾ, എൻ്റെ കുടുംബക്കാരോ, എൻ്റെ മാതാപിതാക്കളോ, എൻ്റെ മാതാപിതാക്കളുടെ സഹോദരങ്ങളോ, എൻ്റെ രക്തത്തിൽ നിന്ന് രക്തവും മാംസത്തിൽ നിന്ന് മാംസവുമായ എൻ്റെ സഹോദരങ്ങളോ, ആരും തന്നെ, ഈ കൊട്ടാരക്കര ദേശമോ ആരും തന്നെ ഇതൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. Anointing is very precious. അഭിഷേകമാണ് നിന്റെ ഭാവി തീരുമാനിക്കുന്നത്. നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് നിങ്ങളുടെ മേൽ പകരുന്ന അഭിഷേകത്തിൻ്റെ അളവാണ്. ദൈവം നിങ്ങളുടെ മേൽ ഒരു അഭിഷേകത്തെ പകരുമ്പോൾ ആ അഭിഷേകത്തിന് നിലവാരമുണ്ട്. ആ അഭിഷേകത്തെ നിങ്ങൾ വാല്യുബിളായി കാണണം. അഭിഷേകം ദൈവത്തിൻ്റെതാണ്. അഭിഷേകം ദൈവികമാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം 27-ാമത്തെ വാക്യം. 1 John chapter 2 verse 27. But the anointing which you have received of him abides in you. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. അപ്പോൾ അഭിഷേകം ആരുടേതാണ്? പറഞ്ഞാട്ടെ, ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ. ആ അഭിഷേകം വളരെ വാല്യുബിൾ ആണ്. അവനാൽ പ്രാപിച്ച അഭിഷേകം നമ്മിൽ വസിക്കുന്നു. നിങ്ങളെ, എന്നെ അഭിഷേകം ചെയ്യുന്നത് ദൈവമാണ്. എന്നാൽ ദൈവം പകരുന്ന അഭിഷേകത്തിന് വിലയുണ്ട്. That is very valuable. It's very important. First one, individual anointing. I mean, വ്യക്തിപരമായി ദൈവം പകരുന്ന അഭിഷേകം. 1 യോഹന്നാനിൽ നാം കണ്ടു, അഭിഷേകം ദൈവത്തിൽ നിന്നും വരുന്നതാണ്. അഭിഷേകം ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ. ഒന്നാമതായി അറിയുക, ദൈവം വ്യക്തികളിൽ വ്യക്തിപരമായി പകരുന്ന അഭിഷേകം. ആമേൻ. അതിലേറ്റവും ഉയർന്നു നിൽക്കുന്ന അളവിൽ എടുത്തു പറയേണ്ട ഒന്നാണ് നാം ആരാധിക്കുന്ന കർത്താവായ യേശു. ഇൻഡിവിജ്വൽ അനോയിന്റിങ്. ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? ദ അനോയിന്റഡ് വൺ. ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്നാണ്? ജീസസ് ഈസ് അനോയിന്റഡ് വൺ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 38-ാം വാക്യം.
Acts chapter 10 verse 38. നസ്രനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചൊരുക്കുകയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. വാട്ട്സ് ദ മീനിങ് ഓഫ് ക്രൈസ്റ്റ്? ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? ഉറക്കെ പറഞ്ഞേ, അഭിഷിക്തൻ. പറഞ്ഞേ, അഭിഷിക്തൻ അല്ലെങ്കിൽ anointed one. anointed one. യേശു ക്രിസ്തു ആരാണ്? ഈ ഭൂമിയിൽ പിതാവായ ദൈവം അഭിഷേകത്താൽ നിറച്ച തന്റെ ഏകപുത്രൻ. Jesus Christ is the model of church. Jesus Christ is a model of every believer. എല്ലാ വിശ്വാസികൾക്കും മാതൃക യേശുവാണ്. സഭയ്ക്ക് മാതൃക യേശുവാണ്. എബ്രായർ 3:1 പറയുന്നു, പ്രിയ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും ശ്രേഷ്ഠ മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. എബ്രായർ 12:1 പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ നോക്കി നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പോൾ എബ്രായർ 3:1 എബ്രായർ 12:1 പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. യേശുവിനെ നോക്കിയാൽ നിങ്ങൾക്ക് യേശുവിൽ ഒരു കാര്യം കാണാൻ കഴിയും, anointing. യേശുവിനെ നോക്കിയാൽ കാണാൻ കഴിയുന്നത് അഭിഷേകം. ആ അഭിഷേകത്തിന്റെ മുൻപിലാണ് 5 അപ്പവും 2 മീനും വർദ്ധിച്ചത്. ആ അഭിഷേകത്തിന്റെ മുൻപിലാണ് പച്ചവെള്ളം വീഞ്ഞായത്. ആ അഭിഷേകത്തിന്റെ മുൻപിലാണ് മരിച്ച് നാറ്റം വെച്ച് കല്ലറയ്ക്കകത്ത് വെച്ചിരുന്ന, മരിച്ചിട്ട് 4 ദിവസമായ, അടക്കം ചെയ്ത, രോഗം വന്നു മരിച്ച ഒരു ശരീരം. ലാസർ ദീനമായിട്ടാ മരിച്ചേ. രോഗം വന്ന് മരിച്ച ഒരു ശരീരം, ജീർണിച്ച ശരീരം. രോഗം വന്ന് ചാകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്ന് മരിച്ച ഒരു ശരീരം ആ അഭിഷേകത്തിന്റെ മുൻപിൽ എഴുന്നേറ്റ് പുറത്തു വന്നു. പല യഹൂദന്മാരോടുണ്ടായിരുന്നു, പക്ഷെ യേശുവിനോടായിരുന്നല്ലോ അവർക്ക് വെറുപ്പ്. എന്താ റീസൺ അറിയാമോ? ഇറ്റ്സ് എ വെരി സീക്രട്ട്. ലിസൺ ടു മീ. അവർ പറഞ്ഞു, ജനമെല്ലാം ഇപ്പോൾ അവന്റെ പിന്നാലെയാണ്. ജനമെല്ലാം അവന്റെ പിന്നാലെയാണ്. ഹല്ലേലൂയ. എപ്പോഴും ഓർക്കുക, ജനം എപ്പോഴും അഭിഷേകമുള്ളവന്റെ കൂടെയാണ്. Children of God, why the people are gathered? The Jesus ministry. Only one reason. That reason is anointing. ജനം മുഴുവൻ വന്നിരിക്കുന്നത് നസ്രയന്റെ മേലുള്ള അഭിഷേക. 2 ഫുഡോ 5 അപ്പം 5000 ആയത് അഭിഷേകത്തില. ഈ 3 ദിവസം വന്നിരുന്ന ജനം, വനത്തിനകത്ത് കാറ്റിൽ വന്നിരിക്കുന്ന ജനം ടയേർഡ് ആകുന്നതോ ആകാഞ്ഞതിന്റെ കാരണമോ അഭിഷേകം. ഞാൻ പറയുന്നു, അഭിഷേകം സകലതും നടത്തിക്കോളും. ഇൻഡിവിജ്വൽ അനോയിന്റിംഗ്. യേശു എന്ന് പറയുന്ന ദൈവപുത്രൻ, പിതാവ്
ഈ ഭൂമിയിലേക്ക് അയച്ച ഏകമകൻ, ദൈവമായവൻ, സകലവുമായവൻ, സ്വർഗത്തിലെ സകല മഹത്വത്തിലും വസിക്കുന്നവൻ. He's a God. One side he is a anointed one. Other side he is a almighty God. ദൈവം പകരുന്ന അഭിഷേകത്തിനകത്ത് എവറി അനോയിന്റിങ്, ദൈവം പകരുന്ന എല്ലാ അഭിഷേകത്തിനകത്തും ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. നിങ്ങൾ ആ വാക്യം അപ്പോസ്തല പ്രവർത്തികൾ 10:38 വായിക്കുമ്പോൾ, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും, അതിന്റെ പർപ്പസ് എന്തുവായിരുന്നു? ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെ സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. യെശയ്യാ പറയുന്നു, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതർക്ക് സ്വാതന്ത്ര്യവും ഉണ്ടാകാൻ അവന്റെ ആത്മാവ് യേശുവിന്റെ മേലുണ്ടായിരുന്നു. എന്തിനാണ് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ പിതാവായ ദൈവം യേശുവിനെ അഭിഷേകം ചെയ്തത്? നന്മ ചെയ്യാൻ. പറഞ്ഞു, നന്മ ചെയ്യാൻ. 2, പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കാൻ. എല്ലാ രോഗത്തിൻ്റെയും പിന്നിൽ പിശാചാണ്. എല്ലാ കുടുംബ പ്രശ്നങ്ങളുടെയും പിന്നിൽ പിശാചാണ്. എല്ലാ പരാജയത്തിൻ്റെയും തകർച്ചയുടെയും പിന്നിൽ, എല്ലാ മാനസിക അസ്വസ്ഥതയുടെയും പിന്നിൽ സാത്താനാണ്. എന്നാൽ എല്ലാ അനുഗ്രഹത്തിൻ്റെയും മുന്നിൽ ദൈവമാണ്. എല്ലാ ഉയർച്ചയുടെയും മുന്നിൽ ദൈവമാണ്. പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കാനുള്ള അഭിഷേകം. ഒരുത്തന്റെ മേലുള്ള പിശാച് അങ്ങ് പോയാൽ അവന്റെ കണ്ണ് തുറക്കും. ഒരുത്തന്റെ മേലുള്ള പിശാച് പോയാൽ അവന്റെ കുടുംബ പ്രശ്നം പോവും. ഒരുത്തന്റെ മേലുള്ള പിശാച് അവനെ വിട്ടാൽ, ലെഗ്യോൻ ബാധിച്ചവനെ യേശു അവന്റെ ദുരാത്മാവിനെ പുറത്താക്കിയപ്പോൾ അവന് സുബോധം വന്നു. അവൻ വസ്ത്രം ധരിച്ചു. അവൻ തെക്കേപ്പുലി ദേശത്തെ സുവിശേഷകനായി മാറി. ആമേൻ. പിശാച് വിട്ടുപോയാൽ നീ നോർമൽ ആകും. അങ്ങനെങ്കിൽ പിശാച് ബാധിച്ചവരെ വിടുവിക്കാനുള്ള അഭിഷേകം. ദൈവം പകരുന്ന ദൈവികമായ അഭിഷേകത്തിൻ്റെ പിന്നിൽ അഭിഷേകം ചെയ്ത ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്. ഹല്ലേലൂയ. എന്തിനു വേണ്ടി ഇൻഡിവിജ്വൽ അനോയിന്റിങ് ദൈവം കൊടുക്കുന്നു? വ്യക്തിപരമായ അഭിഷേകത്തെ വ്യക്തികളുടെ മേൽ ദൈവം എന്തിനു പകരുന്നു? ഹല്ലേലൂയ. നസ്രയനായ യേശുവിനെ പിതാവായ ദൈവം അഭിഷേകം ചെയ്തത് എന്തിനു വേണ്ടിയാണ്? അവനിൽ വിശ്വസിക്കുന്നവർ ഈ അഭിഷേകത്തിൽ നിറയാൻ. Listen to me. The God anointed Jesus and he anointed his children. യോഹന്നാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഈ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുമ്പോൾ എന്നിലും ബലവാനായവൻ എൻ്റെ പിന്നാലെ വരുന്നു. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അവൻ നിങ്ങളെ ആത്മാവിൻ്റെ നദിയിൽ ഇറക്കും. അവൻ നിങ്ങളുടെ മേൽ അഭിഷേകത്തിൻ്റെ അഗ്നി പകരും. അപ്പോൾ മനസ്സിലാക്കണം, ദൈവം ഒരു വ്യക്തിയെ അഭിഷേകം ചെയ്യുന്നത് ആ വ്യക്തിയിലൂടെ പലരെയും അഭിഷേകം ചെയ്യാനാണ്. നസ്രയനായ യേശുവിനെ ദൈവം അഭിഷേകം ചെയ്തത് എത്ര പേർ വിശ്വസിക്കുന്നു? അവനിൽ വിശ്വസിക്കുന്നവരുടെ മേൽ ഈ പരിശുദ്ധാത്മാവ് കടന്നു വരുവാൻ വേണ്ടിയാണ്. ഇത് ദൈവത്തിന്റെ പ്രിൻസിപ്പിളാണ്. ഇത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്.
ഈ വ്യവസ്ഥ തെറ്റിക്കരുത്. ദൈവം ഒരു വ്യക്തിയെ അഭിഷേകം ചെയ്യുന്നത് അവനിലൂടെ പലരെയും ആ അഭിഷേകത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ദൈവം ഒരു വ്യക്തിയെ അഭിഷേകം ചെയ്യുന്നത് ആ വ്യക്തിയിലൂടെ പലരെയും അഭിഷേകത്തിലേക്ക് നയിക്കാനാണ്. ദൈവം ഒരഭിഷേകം നിന്റെ മേൽ പകരുന്നത്, ആ അഭിഷേകം ദൈവം ഒരു നിന്റെ മേൽ പകരുമ്പോൾ ദൈവം അവനിൽ ഭയങ്കരമായൊരു പ്രതീക്ഷ അർപ്പിക്കുകയാണ്. എന്നാൽ ദൈവിക പ്രതീക്ഷകൾക്ക് വിപരീതമായി പലരും ജീവിക്കുമ്പോൾ മറക്കരുത്, ദൈവം എന്നെ അഭിഷേകം ചെയ്തത് എന്നിലൂടെ പലരെയും അഭിഷേകം ചെയ്യാനാണ്. വചനം വായിക്കുമ്പോൾ സർവശക്തനായ ദൈവം മോശയെ അഭിഷേകം ചെയ്തു. സർവശക്തനായ ദൈവം ശമൂവേലിനെ അഭിഷേകം ചെയ്തു. ദൈവത്തിന്റെ അഭിഷേകം വീണ ശമൂവേലിന് മാത്രമേ ദാവീദിനെ അഭിഷേകം ചെയ്യാൻ കഴിയൂ. പഠിക്കുക. ദൈവം വെച്ചിരിക്കുന്ന ഈ വ്യവസ്ഥയ്ക്ക് ആകാശവും ഭൂമി മാറിയാലും മാറ്റമുണ്ടാകത്തില്ല. നമ്മുടെ സ്റ്റൈലുകൾ നമുക്ക് മാറ്റാം, നമ്മുടെ പെരുമാറ്റങ്ങൾ നമുക്ക് മാറ്റാം, നമ്മുടെ സ്വഭാവത്തിന് വേരിയേഷൻ വരാം. പക്ഷെ ദൈവത്തിന്റെ സ്വഭാവത്തിന് വേരിയേഷൻ വരത്തില്ല. ശമൂവേലിനെ ദൈവം അഭിഷേകം ചെയ്തത് ഒരു ദാവീദിനെ അഭിഷേകം ചെയ്യാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. 1 ശമൂവേൽ 16:13. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു.